ലാൽ സലാം. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. മോഹൻലാൽ നായകനായി എത്തുന്ന തുടരുമെന്ന തരുൺ മൂർത്തി ചിത്രം ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ന്യൂ ഇയറിനോടനുബന്ധിച്ച് 1-ാം തീയതി തന്നെ ആ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ മോഹൻലാലും ശോഭനയും ചേർന്ന് അഭിനയിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം അവർ ഒരുമിക്കുമ്പോൾ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താര ജോഡി തന്നെയാണത്. ഈ ഒരു സിനിമ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത്. ഗ്യാരണ്ടീഡ് മൂവി എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമ വലിയ ഒരു സക്സസ് ആകുമെന്നുള്ളത് ഇതിനോടകം തന്നെ അണിയറയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. അത്രത്തോളം മികച്ച രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തരുൺ മൂർത്തി സിനിമകൾ ആ റേഞ്ചിലും നിൽക്കുന്നതാണ്. ഇതിനിടയിൽ ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഒഫീഷ്യലായി വന്ന അപ്ഡേറ്റ് തന്നെയാണ്. അതായത് എമ്പുരാൻ്റെ ഫസ്റ്റ് ഡ്രോപ്പ് ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ വെളുപ്പിനെ വരെ ഇരുന്നിട്ട് പോലും അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടായില്ല. നമ്മൾ വളരെ നിരാശരാണ് നിങ്ങളോട് അങ്ങനെ ഒരു വാർത്ത പറഞ്ഞതിൽ. കാരണം കൃത്യമായി കിട്ടുന്ന സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡാറ്റകൾ പുറത്തു വിടുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ബറോസിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ 150 കോടിയാണെന്ന് പല ഇതിനകത്തിലും പറഞ്ഞിട്ടുണ്ട്. വീഡിയോസിനകത്തിലും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പലരും 80 കോടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമായ വിവരമാണ്. അതുകൊണ്ട് തന്നെയാണ് 150-ന് മുകളിലാണ് സിനിമയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ആ ഒരു എമൗണ്ട് വന്നിരിക്കുന്നത്. മോഹൻലാൽ എന്ന നടൻ ആ സിനിമ ചെയ്തത് കാശ് നോക്കിയിട്ടല്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയായിരുന്നു. അദ്ദേഹം ഒരു സംവിധാനം ചെയ്യുന്നു. അവിടെ കാശ് നോക്കിയിട്ടോ അത് വിജയിക്കുമെന്ന് നോക്കിയിട്ടോ അല്ല. ഇന്ത്യൻ സിനിമയ്ക്ക് മലയാളത്തിൽ നിന്ന് നല്ല ഒരു സിനിമ സംഭാവന ചെയ്യുക. നമുക്കറിയാം ഈ ഒരു സിനിമ ഒരുപക്ഷെ വലിയ വിജയമാവില്ല. പക്ഷേ ഒരുപാട് പേർക്ക് കാലങ്ങൾ കഴിയുമ്പോൾ ഈ ഒരു സിനിമ ഗംഭീരമെന്ന് പറയിക്കുന്നത് തന്നെയായിരിക്കും. ഈ ഒരു വാക്ക് നിങ്ങൾ കുറിച്ച് വെച്ചുകൊള്ളുക. ഇന്ന് നിങ്ങൾ പുറങ്കാല് വെച്ച് ചവിട്ടിയ സിനിമ തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിലൊന്നും തെറ്റും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഈ സിനിമ നിങ്ങൾ 10-20 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയും അന്ന് മലയാളത്തിൽ ഇത്ര ഗംഭീരമായ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്നുള്ള ലെവലിൽ. അല്ലെങ്കിൽ ഇന്ന് കണ്ട ആ സിനിമയുണ്ടല്ലോ, അത് കമ്പയർ ചെയ്യുന്നത് ഈ ഒരു മോഹൻലാൽ ചെയ്ത ബറോസ് എന്ന ചിത്രത്തിനെ വെച്ചിട്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി നമുക്ക് തരുൺ മൂർത്തി ചിത്രത്തിലേക്ക് തിരിച്ചു വരാം. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം എന്താണെങ്കിലും ജനുവരി 30-നാണ് എത്തുന്നത്. വലിയ രീതിയിൽ തന്നെ എക്സ്പെക്റ്റേഷനാണ്. ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണ്. ഏകദേശം 18 കോടിക്ക് താഴെയാണ് സിനിമയുടെ കളക്ഷൻ. ഇത് പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് വളരെയധികം കോസ്റ്റ് കുറച്ച് ഒരു സിനിമ ചെയ്യുന്നത്. മാക്സിമം സിനിമയുടെ പബ്ലിസിറ്റി എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ 20 കോടി ആയിരിക്കാം. അതിന് മുകളിലേക്ക് സിനിമയുടെ വരുന്നില്ല, പ്രൊഡക്ഷൻ കോസ്റ്റ് വരില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും വലിയ ഒരു സക്സസ് ആകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് മോഹൻലാൽ ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിലെത്തുന്നു. ഒപ്പം ശോഭന കൂടി എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഫാമിലിയെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള വീണ്ടും പഴയ മോഹൻലാൽ എന്ന നമ്മളുടെ ലാലേട്ടനിലേക്ക് എത്തുന്ന സിനിമ തന്നെയായിരിക്കും. അപ്പോൾ ടിക്കറ്റ് വേണ്ടവർക്ക് ഇതിനകത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പുറത്തിറക്കിയിരിക്കുന്ന പോസ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനകത്തിൽ പങ്കെടുക്കാവുന്നതാണ്. എന്തായാലും റെക്കോർഡ് തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മികച്ച ഒരു ചിത്രമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തണം. ലാൽ സലാം.